वो नशा है कि जो एक बार तुम्हारे खून के मुंह लग गया तो इसके बगैर तुम्हारा खून जम जाएगा। राजेश को जब पता चलेगा वो तुम सबको। മോളെ, അമ്മയൊരു കാര്യം പറയട്ടെ. മോൾ അവനെയും കൂട്ടി ഒരു നല്ല ലേഡി ഡോക്ടറെ കാണണം. കൊല്ലം 1 കഴിഞ്ഞു. ഡോക്ടറെ കാണുന്ന എന്തിനാ? വല്ല തകരാറും ഉണ്ടെങ്കിൽ പരിശോധിച്ചാലല്ലേ അറിയൂ. എനിക്ക് തകരാറൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് മോനായിരിക്കും. ഞങ്ങളുടെ കുടുംബത്തില് അങ്ങനെ ഒരു തകരാറ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടോ? ആദ്യം എന്താ ചെയ്യേണ്ടെന്നറിയോ? മോനോട് പറയുക, ഫയലുകളും കളക്ടറേറ്റും മാത്രമല്ല ജീവിതമെന്ന്. ഈ 4 ചുവരുകൾക്കുള്ളിൽ തടവിലിട്ടിരിക്കുന്നത് മൃഗത്തെയല്ല, ഭാര്യയാണെന്ന് പറയൂ. ഇതങ്ങോട്ടാ? മുറിയിലേക്കുള്ളതാ. ഫയൽ നോട്ടൊക്കെ ആഫീസില്, കിടപ്പുമുറിയിലല്ല. അർജന്റ് ആയിട്ടുള്ള ചില ഫയലുകൾ ഉണ്ടാവും. ഉണ്ടായിക്കോട്ടെ, ഞാൻ പറയുന്നത് കേക്ക്. ഉറങ്ങിയെന്ന് വെച്ച് സന്തോഷിച്ചു അല്ലേ? നീ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു അല്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? ഓ, ഇന്നത്തെ പോലെ ഒരു ടൂറ്. ഒറ്റപ്പാലത്ത് പോയോ? നിനക്ക് ഇതുവരെ അത് മനസ്സിൽ നിന്ന് കളയാറായിട്ടില്ലേ? നീ എന്നെ വെറുതെ സംശയിക്കാണ്. വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. അതും നീ എന്തിനാ വെറുതെ സ്പോയിൽ ചെയ്യുന്നേ? എനിക്കറിയാം, ഹരിക്ക് അവളെ മറക്കാൻ പറ്റില്ല. രാത്രി ഉറങ്ങാതെ ആലോചിച്ച് കിടക്കുന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ആലോചിക്കാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒരു ജില്ലയുടെ ഭരണം എന്താണെന്ന് നിനക്കറിയില്ല. ഒരു ദിവസമെങ്കിലും എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരിത്തിരിയെങ്കിലും എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹരി എന്നോട് പക വീട്ടുകയാണ്. കണ്ണാടി വെച്ച് വായിക്കുവാരേ. ഈ പടം നമ്മുടെ സുധാകരന്റെ അല്ലേ? സുധാകരന്റെ പടം പത്രത്തിൽ വന്നേക്കൂ. ശരിയാണോടാ? എവിടെ? എന്റെ മോനെ, അമ്മ നിന്റെ പടമെങ്കിലും ഒന്ന് കാണട്ടെ. അവൻ തടിച്ചു അല്ലേ? കാര്യം എന്താണെന്നൊന്ന് വായിച്ചേ. കോഴിക്കോട് ജില്ലാ റവല്യൂഷണറി കോൺഗ്രസ് സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ട അമ്പാട്ട് സുധാകരൻ. എന്റെ ഈശ്വര, അവനെ നീ നേർവഴിക്ക് കൊണ്ടുവന്നല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? അവൻ നന്നാകും. എന്റെ മോനെ എനിക്കൊന്ന് കണ്ടാ മതി. എന്നിട്ട് വിശേഷങ്ങളൊക്കെ നീ പറയ്. ഓഹോ, സുധിയാ? എടാ, ചേട്ടന്റെ കൊടുക്കാം. വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? അമ്മയ്ക്ക് മോനെ കാണാൻ കൊതിയായി. ഞാൻ ഇന്ന് രാത്രി ടിവിയിലെത്തും. പിന്നെ കോഴിക്കോട്ട് തന്നെ ഉണ്ടാവും. നിനക്ക് നേരിട്ട് ഇങ്ങോട്ട് വന്നുകൂടെ? കലക്ടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ തെണ്ടിപ്പട്ടിക്ക് എന്ത് കാര്യം? ചേട്ടൻ എനിക്ക് ആരുമല്ലല്ലോ. വെട്ടിപ്പിടിക്കാനും തിരിച്ചടിക്കാനും സ്തുതിക്കാൻ കഴിയും. ആ, സൗകര്യം പോലെ ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം. മോനെ, സുധി ഇന്ന് വരുമെന്ന്. നമുക്കൊന്ന് പോയി കാണണം അവനെ. നിന്നെ കാണുമ്പോ അവന്റെ പിണക്കവും പരിഭവവും ഒക്കെ തീരും.